അനധികൃതമായി രാജ്യത്ത് തുടരുന്നവർക്ക് മുന്നറിയിപ്പുമായി UAE അധികൃതർ. ഇത്തരക്കാർക്ക് പിഴയോ മറ്റ് ശിക്ഷകളോ ഇല്ലാതെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു പോകാനും താമസം നിയമാനുസൃതമാക്കാനുമുള്ള അപേക്ഷാ ഫോം സെപ്റ്റംബർ 1 മുതൽ എല്ലാ അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകളിലും ലഭിക്കും. നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് പിന്നീട് നിയമാനുസൃതമായ രേഖകൾ ഉണ്ടെങ്കിൽ ഇവർക്ക് UAEയിലേക്ക് തിരിച്ചു വരുന്നതിന് തടസ്സമില്ല എന്നും അധികൃതർ അറിയിച്ചു. സെപ്റ്റംബർ 1 മുതൽ 2 മാസത്തേക്കാണ് UAEയിൽ താമസ വിസ കാലാവധി കഴിഞ്ഞ് അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർക്ക് രേഖകൾ ശരിയാക്കാനും ശിക്ഷ കൂടാതെ രാജ്യം വിടാനുമുള്ള ഇളവുകൾ പ്രഖ്യാപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരായ ഡോക്ടർ ഒമർ അൽ ഒവൈസും മേജർ ജനറൽ അസീസ് ഒവൈദിയുമായി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കർ നടത്തിയ ചർച്ചയിലാണ് നടപടിക്രമങ്ങൾ വിശദീകരിച്ചത്. ഇതനുസരിച്ച് വിസ കാലാവധി കഴിഞ്ഞ് അനധികൃതമായി UAEയിൽ തുടരുന്നവർക്ക് പിഴ കൂടാതെ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ നാട്ടിലേക്ക് മടങ്ങാം. നിയമാനുസൃതമായ രേഖകളുണ്ടെങ്കിൽ അവർക്ക് UAEയിലേക്ക് തിരിച്ചു വരുന്നതിന് തടസ്സമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അടുത്ത മാസം 1 മുതൽ സർക്കാർ അംഗീകാരമുള്ള എല്ലാ ടൈപ്പിംഗ് സെന്ററുകളിൽ നിന്നും താമസം നിയമാനുസൃതമാക്കാനോ രാജ്യം വിടാനോ ഉള്ള അപേക്ഷാ ഫോം കൈപ്പറ്റാം. കേസുകളിൽ അകപ്പെട്ടിട്ടുള്ളവർക്ക് അവ തീർപ്പാക്കിയ ശേഷം മാത്രമേ 2 മാസത്തെ ഗ്രേസ് പീരീഡ് പ്രയോജനപ്പെടുത്താൻ കഴിയൂ. അംഗീകൃത രേഖകളുള്ള പ്രവാസികളെ രാജ്യം എന്ന് സ്വാഗതം ചെയ്യുന്നുവെന്നും വരും വർഷങ്ങളിൽ UAEയിൽ ജോലി സാധ്യതകൾ കൂടുമെന്നാണ് കണക്കുകൂട്ടലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിസാർ തളങ്കര അറിയിച്ചു. പൊതുജനങ്ങൾക്ക് ആവശ്യമെങ്കിൽ നടപടിക്രമങ്ങൾ വിശദീകരിക്കാനും മറ്റുമായി UAE സർക്കാരിലെയും ഇന്ത്യൻ കോൺസുലേറ്റിലെയും ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്ത് സെപ്റ്റംബർ ആദ്യവാരം യോഗം സംഘടിപ്പിക്കാൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ആലോചനയിലാണെന്നും അദ്ദേഹം അറിയിച്ചു. ജനം, ദുബായ്.